1500 ഖബർ പുതുതായി കളിച്ച് ഈ മയ്യത്തുകളൊക്കെ അങ്ങോട്ട് മാറ്റി സ്ഥാപിച്ച ഒരു സാഹചര്യം. അത്രയേറെ സഹകരിച്ച ഒരു മഹലാണ്, ഒരു കമ്മിറ്റിയാണ് ഈ പള്ളിയിലുള്ളത്. അതുകൊണ്ട് ഈ നാട്ടുകാരും അതുകൊണ്ട് സഹകരിക്കുകയുണ്ടായി. ത്തേക്ക് കടന്ന് ഈ റോഡ് ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ ഒരു അണ്ടർപാസ് വേണം. അതാണ് പള്ളി അധികൃതർ ഇവിടുത്തെ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എത്തിയുള്ളത് വെട്ടിച്ചിറ നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഈ പള്ളി ജുമാഅത്ത് പള്ളിയിൽ നിന്ന് ഏകദേശം 1500 ഖബർസ്ഥാനുകൾ മറ്റൊരിടത്തേക്ക് മാറ്റി മറവ് ചെയ്തത് നമ്മുടെ മലപ്പുറം ജില്ല ആദ്യമായിട്ട് തന്നെ നമ്മൾ ദേശീയപാത കടന്നു വരുമ്പോൾ ആദ്യം ഇവിടെയായിരുന്നു ഖബർസ്ഥാനുകളൊക്കെ മറ്റൊരു മാറ്റിയൊരു വീഡിയോകളൊക്കെ ആദ്യം നമുക്ക് കാണാൻ പറ്റിയത്. പിന്നീടുള്ള മറ്റു ഏരിയയിലൊക്കെ നമ്മൾ കാണിച്ചു തരുന്നത്. ഇത് ഇന്നിപ്പോ ഇവർക്ക് മറവ് ചെയ്യുന്ന ഭാഗത്തേക്ക് കടന്ന് ഈ റോഡ് ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ ഒരു അണ്ടർപാസ് വേണം. അതാണ് പള്ളി അധികൃതർ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമായി, അതായത് റോഡ് അധികൃതരുമായി സംസാരിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയെന്നുള്ളതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അവരുടെ സംസാര കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം. വെട്ടിച്ചിറ ജുമാഅത്ത് പള്ളി ദേശീയപാത സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കുറേ ആളുകളുടെ ഖബറുകളാണ് ഇവിടുന്ന് മറ്റിടത്തേക്ക് മാറ്റി മറവ് ചെയ്തത്. ഇന്ന് ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റിലാണ് മയ്യത്തുകളൊക്കെ മറവ് ചെയ്യുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഒരു അണ്ടർപാസ് അനുവദിച്ച് തരണമെന്ന് ആവശ്യപ്പെട്ട് റോഡ് അധികൃതരും അതുപോലെ തന്നെ KNRC കമ്പനിയുമായിട്ടുള്ള ചർച്ചാ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. MLA നേതൃത്വത്തിൽ കുറുക്കോളി മൊയ്തീൻ സാഹിബിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ, അതുപോലെ ബാൽ കമ്മിറ്റിയുടെ ഒക്കെ ഭാരവാഹികളുടെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ആദ്യമായിട്ടാണ് ഇവിടെയാണ് ഖബർസ്ഥാനുകളൊക്കെ മാറ്റിയത്. പിന്നീടാണ് നമ്മളെ വെന്നിയൂരിലും അതുപോലെ കക്കാട് പ്രദേശങ്ങളിലൊക്കെ ഇതുപോലെ മാറ്റി മറവ് ചെയ്ത ഏരിയകൾ നമ്മൾ കണ്ടു. അന്ന് ഇവിടെ വെട്ടിച്ചിറ പ്രത്യേകമായി സോഷ്യൽ മീഡിയയിലും അതുപോലെ ചാനലുകളൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രദേശം കൂടിയാട്ടോ വെട്ടിച്ചിറ. അവിടുത്തെ കാര്യങ്ങൾ അതിനുള്ളൊരു പരിഹാരങ്ങളൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇറങ്ങിയിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ അതിർത്തിയിൽ ചെന്ന് അവസാനിക്കട്ടെ. ലാസ്റ്റ് ഇപ്പോൾ ചർച്ച കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഈ പള്ളിൻ്റെ മുൻവശത്താണ്. ഇവിടെ നമ്മൾ ആ ഏരിയ കടക്കാട്ടോ, അതായത് ഖബർസ്ഥാനുകളൊക്കെ ഉള്ള ഏരിയയിൽ. അപ്പോൾ അവിടുന്ന് എങ്ങനെയെന്നുള്ളതൊക്കെ MLA മാരും അതുപോലെ തന്നെ റോഡ് അധികൃതരൊക്കെ വിശദീകരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. വെട്ടിച്ചിറ ടൗണിൽ ഫ്ലൈ ഓവറിനുള്ള ഏകദേശം പില്ലറുകളൊക്കെ 24 വരെയായിട്ട് ഉയർന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് ഈ ചർച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളവിടെ കാണിക്കും. എത്ര പില്ലറുകളാണ് ഉയർന്നിരിക്കുന്നതും അതുപോലെ അതിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചു നോക്കുമ്പോൾ കാണാം. അവിടുന്ന് ആ ഫ്ലൈ ഓവർ വന്ന് നമ്മുടെ ഈ പള്ളിൻ്റെ ഏകദേശം ഇവിടെയാണ് എത്തൽ. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോകാനുള്ള ഒരു സൗകര്യപ്പെടുത്തുന്നതിൻ്റെ ചർച്ചകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അടിഭാഗത്ത് കൂടെ ഒരു നടപ്പാത, അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനുള്ളൊരു അണ്ടർപാസ്, വാഹനങ്ങൾ ഓടാതെ ആ മയ്യത്തുകളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചുറ്റി നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതുവഴി കടന്നു വരണ്ടേ. അപ്പോൾ കുറേ ടൈമുകൾ എടുക്കും. പെട്ടെന്ന് ക്രോസ് ചെയ്ത് അടിഭാഗത്ത് കൂടെ പോകാനുള്ള ഒരു അണ്ടർ ഗ്രൗണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളൊക്കെ ഏകദേശം ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി നമ്മുടെ ഇവിടുത്തെ ജനപ്രതിനിധികൾ അതുപോലെ KNRC കമ്പനി മാനേജർ റോഡ് അധികൃതരൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ആ പുറകുവശത്ത് കാണാം കേട്ടോ ഖബർസ്ഥാൻ. അപ്പോൾ ആ ഏരിയക്കാണ് ഇവിടെ എത്താനുള്ളത്. അത് കൊണ്ട് തന്നെ ആ ഏരിയയിലേക്ക് ഇപ്പോൾ ഇവിടുന്ന് ഉള്ള ആദ്യം ഉണ്ടായിരുന്നൊക്കെ മറവ് ചെയ്ത ഒരു പ്രദേശം കൂടി കാണുന്നതിൻ്റെ പുറകുവശത്ത് അവിടെ ചർച്ച കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഏരിയയും അതുപോലെ വെട്ടിച്ചിറ അങ്ങാടിയിലുള്ള പില്ലർ വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ബോഡി മാറ്റുന്നത് അതുകൊണ്ടാണ് മറ്റവരൊക്കെ ബോഡി മാറ്റിയത്. റോഡ് മാനേജർ സംസാരിക്കാൻ നമ്മൾ കേട്ടില്ലേ, അതായത് ആദ്യമായിട്ട് ബോഡി ഇവിടുന്ന് മാറ്റി മറവ് ചെയ്ത് ഈ പ്രദേശത്താണ്, പിന്നെ മറ്റുള്ളവരൊക്കെ മാറ്റിയതെന്നൊക്കെയാണ്. അപ്പോൾ പ്രത്യേക പരിഗണന ഞങ്ങൾ കാണുന്നുണ്ട്, അതിനൊരു സൗകര്യപ്പെടുത്തും എന്നൊക്കെയാണ് പറയുന്നത്.
No, 100% is possible. Your senior is saying it's okay. All of the company. हम लोग क्या बोलते हैं जो आप लोग बोल सकते അപ്പോൾ റോഡ് ഉദ്യോഗസ്ഥന്മാർ MLA അതുപോലെ മാൽ കമ്മിറ്റിയുടെ ഒക്കെ ഭാരവാഹികളുടെ അവരുടെ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ നമ്മുടെ അറിയിക്കുകയാണ്. അപ്പോൾ അതൊന്ന് കേട്ടു നോക്കാം. നമ്മുടെ വെട്ടിച്ചിറയിലെ ഈ ജുമാ മസ്ജിദ് വളരെയേറെ പഴക്കമുള്ള ഈ പരിസര പ്രദേശത്തെ പള്ളികളിലൊന്നാണ്. ഇവിടുത്തെ ഖബർസ്ഥാനും അതേപോലെ തന്നെ പഴക്കമുണ്ട്. എത്രയോ ആണ്ടുകൾക്ക് മുമ്പ് ഒരു 100-200 വർഷത്തോളം ഒക്കെ പഴക്കമുള്ള ഒരു ഖബർസ്ഥാനാണ്. വളരെയേറെ 2-3 തലമുറ അപ്പുറമുള്ള ജനാസ ഇവിടെ മറവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വികസന പ്രവർത്തനം നാട്ടിൽ വന്നപ്പോൾ രാജ്യത്തിൻ്റെ ഒരു ആവശ്യമെന്ന നിലക്ക് ഈ പള്ളി കമ്മിറ്റി, വഖഫ് ബോർഡ് ഒക്കെ കൂടി ആലോചിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ഖബറുകൾ ശ്മശാനങ്ങളിൽ നിന്ന് ഖബറുകളിൽ നിന്ന് അതിൻ്റെ അവശിഷ്ടങ്ങളെടുത്ത് മയ്യത്തിൻ്റെ ഭാഗങ്ങളെടുത്ത് വേറെ 1500 ഖബർ പുതുതായി കളച്ച് ഈ മയ്യത്തുകളൊക്കെ അങ്ങോട്ട് മാറ്റി സ്ഥാപിച്ച ഒരു സാഹചര്യം ഉണ്ടായി. അത്രയേറെ സഹകരിച്ച ഒരു മഹല്ലാണ്, ഒരു കമ്മിറ്റിയാണ് ഈ പള്ളിക്കുള്ളത്. അതുകൊണ്ട് ഈ നാട്ടുകാരും അതുകൊണ്ട് സഹകരിക്കുകയുണ്ടായി. ഞങ്ങളുടെയൊക്കെ പൂർവികന്മാരായിട്ടുള്ള, ഞങ്ങളുടെയൊക്കെ ബന്ധത്തിൽപ്പെട്ട, ഞങ്ങൾക്ക് ബന്ധുക്കളായിട്ടുള്ള ആളുകളൊക്കെയാണ് ഇവിടെ മറവിട്ട് കിടത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം, ഇവിടെ പുതിയ മയ്യത്തുകൾ എത്തുമ്പോൾ പള്ളിയിൽ നിന്നും അതിന് നമസ്കാരം നടത്തി പ്രാർത്ഥനകൾ കഴിഞ്ഞ് അത് മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ വെട്ടിച്ചിറയിലുള്ള പുതുതായി നിർമ്മിക്കുന്ന റൗണ്ട് അബൌട്ടും കറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ഏകദേശം 1 കിലോമീറ്ററോളം യാത്ര ചെയ്ത് ഈ മയ്യത്തുമായി, ഈ ഡെഡ് ബോഡിയുമായി നടന്നു വരേണ്ടതായിട്ടൊരു സാഹചര്യം വരികയാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി പള്ളിയിൽ നിന്ന് നേരെ മുമ്പുണ്ടായിരുന്ന പോലെ തന്നെ കടന്നു വരാൻ ഒരു പ്രത്യേക ഒരു വഴി പാസ് ചെയ്ത് കൊടുക്കണം എന്നാണ് ആവശ്യം. അതിനുവേണ്ടി ചെറിയ രീതിയിലുള്ള, അതിന് മാത്രം സൗകര്യമുള്ള മയ്യത്തുമായി ചുമന്നുകൊണ്ട് ആളുകൾക്ക് കൂട്ടമായി ഇങ്ങോട്ട് വരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അണ്ടർ പാസേജ് നൽകണം എന്നാണ് ഒരു ആവശ്യം. അത് ഇവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഞാനും അധികൃതരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, ഒരു എഞ്ചിനീയറും അതേപോലെ തന്നെ നോഡൽ ഓഫീസറും അടക്കമുള്ള ആളുകളിൽ പ്രവർത്തിക്കുന്നത്. അവർ വന്ന് ഈ പരിശോധന നടത്തി സജീവമായി ഇത് അവർ പരിഗണിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഇതിനു വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും നാട്ടുകാരിൽ നിന്നുണ്ടാകും. ഒപ്പം ഗവൺമെൻറ്റിൽ നിന്നും NHന്റെ ഭാഗത്തു നിന്നും ആ സംവിധാനങ്ങൾ ഒരുക്കി തരണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ MLA സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ പല ഖബർസ്ഥാനുകളും മാറ്റേണ്ടതുണ്ടായിരുന്നു. അതിന് ഏറ്റവും ആദ്യമായി ഏറ്റവും കൂടുതൽ ഖബറുകൾ മാറ്റി മാതൃക കാണിച്ചത് ഈ മഹല്ല് കമ്മിറ്റിയാണ്. അതിൽ സന്തോഷമുണ്ട്. അവർ പുതിയ ഒരാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ആവശ്യം നമ്മുടെ ഡിസൈനിൽ വരുന്നതല്ല, ഇപ്പോൾ തന്നെയുള്ള ഡിസൈനിൽ വരുന്നതല്ല. ആ ഡിസൈനിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രപ്പോസലുകൾ സമർപ്പിക്കും. ജനപ്രതിനിധികളുടെ സമ്മർദ്ദത്തിന് ഫലമായാണ് ഇത് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുക. ബഹുമാന്യ MLAയോടും അതേപോലെ തന്നെ MP കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ കൂടി സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തീരുമാനമാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഒരു സംഭവമാണ് ഈ ഖബർ മാറ്റിയത്. ആദ്യമായിട്ട് നമ്മുടെ ഈ ഖബറിസ്ഥാനിൽ മാറ്റിയത്. അപ്പോൾ ഞങ്ങളെ വളരെ സഹകരിച്ച ഒരു ടീമെന്ന നിലയ്ക്ക് ഞങ്ങളവരുടെ കാര്യം സജീവ പരിഗണനയിലെടുക്കുമെന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്ന MLAയ്ക്കും കുട്ടിക്കൊക്കെ പരിപൂർണ്ണ പിന്തുണ ഞങ്ങളുടെ ഭാഗത്ത്. നമ്മൾ കേരളത്തിൽ തന്നെ നമ്മൾ പറഞ്ഞപ്പോഴേക്കും ഒറ്റക്കെട്ടായിക്കൊണ്ട് ആ സ്ഥലം വിട്ടുകൊടുക്കുകയും ഒരു യാതൊരു ഓപ്ഷൻ ഇല്ലാതെ 1500 കവർ മാറ്റി വെച്ച് ഒരു പൈസ ഇല്ലാതെ സ്വന്തം കമ്പിക്ക് ഈ ആവശ്യം പൂർണ്ണമായും അന്വേഷണ ബഹുമാനോ ക്യാമ്പിനോടും സ്ഥലം ഏറ്റെടുത്ത ഉടനെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വളരെയധികം സഹകരിക്കുകയും 1500ഓളം ഖബറുകൾ ഒറ്റയടിക്ക് മാറ്റി സ്ഥാപിച്ച് ഞങ്ങൾ മാതൃക കാണിക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് 40 സെൻറ്റോളം സ്ഥലം നഷ്ടപ്പെട്ട് ഖബർസ്ഥാൻ മാറ്റിക്കൊടുക്കുകയും യാതൊരു തർക്കവുമില്ലാതെ മാറ്റിക്കൊടുത്ത് ഞങ്ങളുടെ ഉറ്റവരും ഉടയവരുമായിട്ടുള്ള ആളുകളെ ഞങ്ങളുടെ ഖബറുകളെല്ലാം മറ്റു ഇടങ്ങളിലേക്ക് മാറ്റി സ്ഥാപിച്ച് മാതൃക കാണിക്കുകയും ഇനി ഞങ്ങളുടെ ആവശ്യം പള്ളിയിൽ നിന്ന് ഒരു ജനാസയുമായി മറുഭാഗത്തുള്ള ഖബർസ്ഥാനിലേക്ക് കടന്നു വരുമ്പോൾ ഒരു തരത്തിലും
പിന്നെ വെട്ടിച്ചിറയിലെ ജുമാ മസ്ജിദോട് ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചിരുന്നു. വെട്ടിച്ചിറ ഖബർസ്ഥാനുകളൊക്കെ മറ്റിടത്ത് മാറ്റി മറവ് ചെയ്ത സ്ഥലം. ഏകദേശം ഒരു 1500ഓളം ഖബർസ്ഥാനുകളാണ് ഇവിടുന്ന് മാറ്റി മറവ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്ന് റോഡ് അധികൃതമായി ഇവിടെ ഈ പള്ളി ഈ റോഡിൻ്റെ ആ ഭാഗത്തായതുകൊണ്ട് മയ്യത്തുകളൊക്കെ ഈ ഭാഗത്ത് മറവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു അണ്ടർപാസിന് വേണ്ടിയാണ് ഇവിടെ ആളുകൾ അതിനുവേണ്ടി ചർച്ച ചെയ്ത് MLA യുടെ ഒക്കെ നേതൃത്വത്തിൽ റോഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ എത്തി അവരുമായുള്ള ചർച്ചാ കാര്യങ്ങൾ നമ്മൾ കണ്ടത്. ഏകദേശമൊക്കെ അതിനൊരു പരിഹാരങ്ങളായി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ കാണുന്നത് കേട്ടോ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഏരിയയാണ് മറവ് ചെയ്യുന്ന പ്രദേശം. ഈ റോഡിന് നേരെ ക്രോസ് ചെയ്ത് വരേണ്ടതുണ്ട്. നമുക്ക് പള്ളി കാണാം, ആ ഏരിയയിലാണ്ടില്ല പള്ളി. അപ്പോൾ ഇവിടുന്ന് ഇവിടെ ഒരു ക്രോസിങ്, അതായത് ഇങ്ങനെ ഒരു അണ്ടർപാസ് ഇല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക കിലോമീറ്ററോളം റൗണ്ട് ചെയ്ത് വരേണ്ടി വരും. അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതിനൊരു പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഉടനടി ചർച്ച, പെട്ടെന്നുണ്ടായ ചർച്ച കാര്യങ്ങളൊക്കെയാണ്. ഏകദേശം തീരുമാനമായിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി നമുക്ക് ഇവിടുന്ന് പറഞ്ഞതുപോലെ വെട്ടിച്ചിറ പില്ലറുകളൊക്കെ ഫ്ലൈ ഓവറുള്ള ആ വർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കാണട്ടോ, എത്ര വരെ എത്തി എന്നുള്ളതൊക്കെ. അപ്പോൾ കുറഞ്ഞ നേരം കൂടി ഈ ഭാഗത്തെ വീഡിയോ ഞങ്ങൾ കാണിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഉടനെ വെട്ടിച്ചിറ ടൗണിലേക്ക് പോകാം. ഇവിടെയൊക്കെ ദേശീയപാതയ്ക്ക് 45 മീറ്റർ സ്ഥലമൊക്കെ എടുത്തതിന് ശേഷം സർവീസ് റോഡിനുള്ള മെറ്റലൊക്കെ പ്രസ് ചെയ്ത് പോയിട്ടുണ്ട്. 2 ഭാഗത്തും പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അങ്ങ് ടൗണിൽ എത്തിയിട്ടുണ്ട്. വെട്ടിച്ചിറ ടൗണാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ദൂരേക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കാണാം പില്ലറുകളൊക്കെ ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ എത്ര പില്ലറുകളാണ് ഉയർന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ഗർഡറുകൾ പണിക്കോളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ എത്തി നിങ്ങളെ കാണിക്കാം. ഈ പില്ലറുകളൊക്കെ ഉയർന്ന 2 ഭാഗത്തായിട്ട് ഗർഡറുകളുടെ പണി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം പില്ലറൊക്കെ ഉയർന്ന് വന്നിട്ടുണ്ട്. ഒരു ലൈനിൽ 4 എണ്ണമായിട്ട് 1, 2, 3 അങ്ങനെ 5 സ്റ്റെപ്പായിട്ട് അതിൻ്റെ വർക്കുകൾ ഏകദേശം ആയിട്ടുണ്ട്. അതിന് മുകളിലത്തെ ഭാഗത്തെ വർക്ക് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നമ്മൾ ആ തല വരെ ഒന്ന് പോയി നിങ്ങൾ കാണിച്ചു തരാം. അതുപോലെ വെട്ടിച്ചിറ അങ്ങാടിയുടെ മൊത്തം വീഡിയോ ആയിട്ട് ഞങ്ങളെ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഗർഡർ, നല്ല വലിയ ഗർഡർ തന്നെയാണ് ഈ ഭാഗത്തൊക്കെ. ഒരു 5-6 എണ്ണം ഇവിടെയും അതുപോലെ ആ സൈഡിലും ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഗർഡറുകൾ കോൺക്രീറ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ് അങ്ങാടി കഴിഞ്ഞ് ആ ഏരിയയിൽ എത്തിയിട്ട് അതൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ വെട്ടിച്ചിറയുള്ള വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യട്ടോ. അതായത് വെട്ടിച്ചിറ ഏരിയയിൽ എത്തിയപ്പോൾ ഇങ്ങനെ പള്ളി കമ്മിറ്റിയുമായിട്ടുള്ള ഒരു അണ്ടർപാസിലുള്ള ചർച്ച കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അത് നിങ്ങളെ എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വീഡിയോ നമ്മളിന്ന് വെള്ളിയാഴ്ച രാവിലെ ഒരു 10 മണിക്കാണ് ഇവിടെ എത്തിയത്. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉൾക്കൊള്ളിച്ച് ഞങ്ങൾ കാണിച്ചു. നമുക്കറിയാം മാൽ കമ്മിറ്റി ഇവിടെ ആയിരുന്നു ആദ്യം ഖബർസ്ഥാനൊക്കെ മാറ്റി മറവ് ചെയ്ത്, പിന്നീട് മറ്റു ഭാഗങ്ങളൊക്കെ ചെയ്ത ഇതേ മാതൃകയാണ് അവിടെയൊക്കെ സ്വീകരിച്ചത് കേട്ടോ. കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ട് പോയവരുടെ ആ ഭാഗത്തേക്ക് ഇത് ഇവിടുന്ന് എടുത്തിട്ട് അവിടെ പോയി മറയുന്ന സിസ്റ്റമാണ് എല്ലാ മേഖലയും പിന്നെ വന്നത്. ആ ചർച്ചകളൊക്കെ നമ്മളന്ന് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ എൻ്റെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്.